പ്രൈസ് ദി ലോർഡ്. യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം. യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോവയോട് അവന് പ്രാർത്ഥിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ലയോ? തരം എന്റെ പൊന്നു ദൈവമക്കളെ, ഞാൻ പറയുന്ന ദൂത് നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്തിനാണ് വയറ്റിലോട്ട് പോയത്? മീനിന്റെ വയറ്റിൽ പോയ എന്തിനാ? അവിടെ ദൈവത്തിന്റെ സംരക്ഷണം. ഇപ്പൊ നമ്മളിപ്പോ സമുദ്രത്തിൽ എത്രയോ പേര് കപ്പൽ മുങ്ങി, വള്ളം മുങ്ങി, മീൻ വിഴുങ്ങി മരിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഇവൻ എന്താ ഈ വയറ്റിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ട് മരിക്കാത്തത്? ഒരു മറുപടി പറയാമോ? ഉചിതമായൊരു മറുപടി ഒന്ന് പറഞ്ഞേ. അത് ഒരർത്ഥത്തിൽ ശരി. അടുത്ത് പറഞ്ഞോ. ഓപ്ഷൻ നിനവേന് കൊടുക്കാനുള്ളൊരു മെസ്സേജാണ് അവന്റെ ഉള്ളിൽ കിടക്കുന്നത്. യവൻ തൊലഞ്ഞു കഴിഞ്ഞാൽ ആ മെസ്സേജ് പോകും. ദൈവത്തിന് വിഷയം യോനയല്ല, ദൈവത്തിന്റെ അരുളപ്പാട് ആ നിനവേലെ ജനത്തോടും സകലരോടും പറയാൻ ദൈവം കൊടുത്ത അരുളപ്പാട് അതും വഹിച്ചുകൊണ്ട് യവൻ എവിടെ പോയാലും ഒരു സ്വസ്ഥത അവന് കിട്ടത്തില്ല. മനസ്സിലായോ ദൈവമക്കളെ? യോനയല്ല അവിടുത്തെ വിഷയം. പൗലോസാരും പത്രോസാരും എന്നൊക്കെ ചോദിക്കുന്ന കണ്ടില്ലേ? നമ്മൾ ആരുമല്ല വിഷയം. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന മെസ്സേജ് ദൈവം മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തേ പറ്റുള്ളൂ. അത് കൊടുത്ത് കേട്ട് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിത്യാഗ്നിയിലേക്ക് നമ്മൾ പോകാൻ ഇടയായിത്തീരും. ആ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവനെ തല്ലി ഒടുക്കി മത്സ്യത്തിന്റെ ഉള്ളിലിട്ടിട്ട് എന്നിട്ടും അവൻ ദഹിച്ചു പോയില്ല. അതാണ് വൈദ്യശാസ്ത്രം പറയാം. എന്തുകൊണ്ടാണ് അവൻ ദഹിക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു വലിയ മത്സ്യത്തിന്റെ ഉള്ളിൽ അവൻ പോയാൽ ദഹിച്ചു പോകാത്തത്? എന്തുകൊണ്ടാണ്? അവന്റെ ഉള്ളിൽ ഒരു മെസ്സേജ് കിടപ്പുണ്ട്. അത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം തീയിൽ ഊതിക്കടിച്ച പൊന്നിനേക്കാൾ അത് ശ്രേഷ്ഠമാണ്. അത് നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കില്ല. ഓ ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പരിശോധനയോടെ കടന്നുപോയപ്പോൾ ദൈവം എന്നെ ആശ്വസിപ്പിച്ച ഭാഗങ്ങളാണ് ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നവരെയും ഒരു സ്വസ്ഥതയും ദൈവം നമുക്ക് തരത്തില്ല. നമ്മൾ ഓടിച്ചോണ്ടി. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിന് ഞാൻ പറയുന്നത് എൻ്റെ മാനുഷിക ഭാഷയിലാണ്. നിങ്ങൾ ചിന്തിച്ചോ, അങ്ങോട്ട് വിധേയപ്പെട്ടു കൊടുക്കാം. ഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന് പറഞ്ഞങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ പരിശോധനകളും പ്രയാസങ്ങളൊക്കെ ദൈവം അങ്ങോട്ട് ലഘുവാക്കി തരും. അല്ലെങ്കിൽ ആ പരിശോധന മധ്യത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ ധാരാളമായിട്ട് നമുക്ക് പകർന്നു തരും. പൗലോസിന് രോഗം വന്ന് കഷ്ടത അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച് അത് മാരകമായ ക്യാൻസർ രോഗമാണെന്നും മറ്റു വിവിധ രോഗങ്ങളാണെന്നൊക്കെ വേദപണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്തുമാകട്ടെ, ഏതോ മാരകമായ രോഗമെന്ന് നമുക്ക് അങ്ങ് വിശ്വസിക്കാം. പൗലോസ് എത്ര പ്രാവശ്യം അപേക്ഷിച്ചു? 3 പ്രാവശ്യം. മറുപടി എന്ത് കിട്ടി? ഗ്രേസ്, എൻ്റെ കൃപ നിനക്ക്. പിന്നെ പ്രാർത്ഥിച്ചിട്ടില്ല. റോമൻ സാമ്രാജ്യം 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം ലേഖനം എഴുതി തീർത്ത് കഴിയുന്നവരെ പൗലോസ് മരിച്ചില്ല. രോഗം വന്ന് മരിച്ചില്ല. റോമൻ സാമ്രാജ്യം പൗലോസിന്റെ തല വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. രോഗം വന്ന് മരിച്ചില്ല. എന്താ കാരണം? പൗലോസിന്റെ ഉള്ളിൽ ഒരു മെസ്സേജ് കിടപ്പുണ്ട്. പൗലോസിന്റെ ഹൃദയത്തിൽ ഒരു സന്ദേശം കിടപ്പുണ്ട്. എന്താണ് ആ സന്ദേശം? എടുക്കാം. പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായം. ഞാനത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തിയോടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. 23-ാം വാക്യം. ഒരാൾ 29-ഉം 30-ഉം വാക്യം പടേന്ന് വായിച്ചാട്ടെ. പ്രവൃത്തി 28-ന്റെ 23, 29, 30 2 ഭാഗങ്ങൾ വായിച്ചാട്ടെ. ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവന്റെ പാർപ്പിടത്തിൽ അവന്റെ അടുക്കൽ വന്നു. ദൈവരാജ്യത്തിന് സാക്ഷ്യം പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു.
അടുത്ത അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ആ ചിലർ വിശ്വസിച്ചില്ല. യോജിക്കാതെ പിരിയുമ്പോൾ അടുത്ത നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു, അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു. ഇനി അതിന്റെ 29-30 കൂടി വായിച്ചാട്ടെ പാസ്റ്ററെ. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ സ്വത്രം കൈക്കൊണ്ടു പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. ഞാൻ ഈ വേദഭാഗങ്ങൾ പറയുമ്പോൾ പാസ്റ്റർമാരോട് പറയുന്ന ഒരു ദൂതായിട്ടാണ് ഞാൻ സാധാരണ പറയുന്നത്. അങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്. പൗലൂസിനെക്കാളും വലിയൊരു ശുശ്രൂഷകൻ ഇന്ന് ലോകത്തിലില്ല. ഉണ്ടോ? ഇല്ല. കർത്താവ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ ക്യാരക്ടർ പൗലൂസാണ്. പൗലൂസിന്റെ ശുശ്രൂഷ ദൈവരാജ്യം പ്രസംഗിച്ചു, യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു. പ്രവൃത്തി പുസ്തകം ദൈവസഭയുടെ ചരിത്ര പുസ്തകമാണ്. അപ്പോസ്തലന്മാരുടെ ലേണിംഗ് പീരീഡ് അവർ ചെയ്ത ശുശ്രൂഷകളാണ്. അതിന്റെ അവസാന അധ്യായത്തിൽ പറയുന്നത് ദൈവരാജ്യം പ്രസംഗിക്കുക, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക. ഇന്ന് ലോകത്തുള്ള ഏത് പാസ്റ്റർമാരാണെങ്കിലും അവർ ദൈവരാജ്യം പ്രസംഗിച്ചിരിക്കണം, അവർ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചിരിക്കണം, അവർ ക്രിസ്തുവിന്റെ ഉപദേശം പ്രസംഗിച്ചിരിക്കണം. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇത് പൗലോസ് അത് ചെയ്തു, നമ്മളത് ചെയ്യണം. യാതൊരു വിട്ടുവീഴ്ചയില്ലേ? ഇത് പറഞ്ഞ് മരിക്കാനാണ് ദൈവം എന്നോട് പറഞ്ഞേക്കണേ. പിന്നെ ഞാൻ എന്തിനാ പേടിക്കട്ടെ? ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പൗലോസ് ഇത് പറഞ്ഞു, പൗലോസ് അത് ചെയ്തു. പൗലോസിനേക്കാൾ ഒരു വലിയ മിഷണറി ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് പൗലോസ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ദൈവരാജ്യം പ്രസംഗിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ മണ്ണ് പ്രതിമാണിക്കം വെടിയുകില്ല? ഞാൻ ആ പാട്ടിന്റെ ആരംഭം അറിയാമോ? ആ പാട്ടിന്റെ ആരംഭം എന്താണെന്നറിയാമോ? അതുപോലെ പാടിക്കോ. ലോക സുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ ഓടിയോട് കൂടെയെന്നെ ലോക സുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ ഓടിയോട് കൂടെയെന്നെ ആടി സുന്ദരനാണോ നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരാരന്മാരെ ഹരിക്കുമോ മണ്ണെ പ്രതി കാണിക്കം വെടിയുകില്ല ഞാൻ ഈ മണ്ണെ പ്രതി കാണിക്കം വെടിയുകില്ല ഞാൻ. മതി. ഞാൻ പാടാനുള്ള കാരണം ഈ പാട്ട് പാടിയവര്, ഇതെഴുതിയവര് അതാ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തവര് എഴുതിയ പാട്ടുകളാണ്. ആ പാടിയവരുടെ തലമുറ വന്നപ്പോൾ മണ്ണെ പ്രതി മാണിക്യം വെടിയില്ല എന്നുള്ളത് അവർ തിരുത്തിയിട്ട് മാണിക്യത്തെ വിട്ടിട്ട് മണ്ണിന്റെ പിറകെ പോയി. അർത്ഥം ആത്മീക അനുഗ്രഹങ്ങളെ വിട്ടിട്ട് ഭൗതികത്തിന്റെ പിറകെ പോയി. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഞാൻ എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവനെന്ന് ദൈവസഭയുടെ അതിശ്രേഷ്ഠ അപ്പോസ്തലനായ പൗലോസ് എഴുതി വെച്ചത്. നമ്മെ ആത്മീയമായി അനുഗ്രഹിച്ചിരിക്കുക. ദൈവം നമ്മളെ ആത്മീയമായി അനുഗ്രഹിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവസഭ ആത്മീക ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ കിടക്കുകയാണ്. എന്താ കാര്യം? അനുഗ്രഹം എന്താണെന്ന് ഭക്തന്മാർ മറന്നുപോയി. അനുഗ്രഹം എന്താണെന്ന് ആരും പ്രസംഗിക്കുന്നില്ല. നമുക്ക് കർത്താവ് സമ്പത്തും ഐശ്വര്യങ്ങളും തന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണ്, ഞാൻ അതിനെ എതിര് പറയുന്നില്ല. എന്നാൽ അനുഗ്രഹം
ഗോഡ് ബ്ലസ് ചെയ്യുന്നത്, ദൈവം അനുഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നത്, പുതിയ നിയമസഭയെ അനുഗ്രഹിച്ചിരിക്കുന്നത് ആത്മീകമായിട്ടാണ്. ഒന്നാമത്തത് വിശ്വാസത്തിൽ സമ്പന്നനാക്കി. വാക്യം പറയാൻ സമയമുണ്ട്, സബ്ജക്റ്റ് ഒത്തിരി കിടക്കുക. വിശ്വാസത്തിൽ സമ്പന്നനാക്കി, പ്രത്യാശയുടെ സമൃദ്ധി. 2 കൊരിന്ത്യർ 11 8-ാം വാക്യം, 8-ാം അധ്യായം, സന്തോഷ സമൃദ്ധി. റോമാലേഖനം 5-ാം അധ്യായത്തിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി ദൈവസഭ. ഹല്ലേലൂയ. ഇന്ന് ആ സമൃദ്ധിയാണോ ഇന്ന് പുതിയ നിയമസഭയ്ക്കുള്ളത്? ചിന്തിച്ചോ, നിങ്ങൾ വിലയിരുത്ത്. ഹല്ലേലൂയ. ഇന്നത്തെ സമൃദ്ധി ഭൗതികമല്ലേ? എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചു? ഞാൻ പറയാം എന്തുകൊണ്ട് സംഭവിച്ചെന്ന്. വചനത്തിലൂടെ 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ വായിച്ചാൽ മതി, മറുപടി കിട്ടും. വായിച്ചോ, ഒച്ചത്തിൽ വായിക്കുക. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആമേൻ. അടുത്ത്, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നമ്മളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് പൗലോസ് ഭയപ്പെട്ടു. അത് സംഭവിച്ചു കഴിഞ്ഞു. ഞാനിത് പുതിയ നിയമസഭയുടെ കാര്യമാണ് പറയണത് കേട്ടോ, നമ്മുടെ എല്ലാ വിഷയം. സഭയ്ക്ക് പറ്റിയ ദുരന്തം, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ പുതിയ നിയമസഭയെ ഭൗതികമായ അനുഗ്രഹമാണ് ദൈവം അനുഗ്രഹിച്ചെന്ന് പറഞ്ഞ് അനേക ശുശ്രൂഷകന്മാരെ ചതിയിലേക്ക് നടത്തിക്കൊണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയുക, ഈ ചതി തിരിച്ചറിയുക. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെയും തിരിച്ചറിയുക. നമ്മൾ സുവിശേഷം പ്രസംഗിച്ച് കാശുണ്ടാക്കി സുഖിക്കാനുള്ളവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. 1 രൂപ പോലും സമ്പാദിച്ചു വെക്കാൻ ദൈവവചനം അനുവദിക്കുന്നില്ല. സോറി, കറക്റ്റ്, യു ആർ റൈറ്റ്, അനുവദിക്കുന്നില്ല. സുവിശേഷ വേല ചെയ്ത് ഭൗതികമുണ്ടാക്കിയാൽ അത് വേലയിൽ തന്നെ പ്രയോജനപ്പെടുത്താനാണ് ദൈവദാസന്മാർ ശ്രമിക്കേണ്ടത്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും. എന്നാൽ ഇതിന് ഇടത്തോട്ട് സ്വഭാവം ചെയ്യുന്നവരുണ്ട് ആത്മീയ കുളത്തിൽ. അവർക്കാണ് ഞാൻ ഈ മെസ്സേജ് പറയുന്നത്. ഹല്ലേലൂയ. ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വിചാരിക്കുക. സുവിശേഷ വേല ചെയ്യുമ്പോൾ നിനക്ക് ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും പോകാനുള്ള എല്ലാം കർത്താവ് തരും, ന്യായമായത് നമുക്ക് തരും. പക്ഷേ അത് സമ്പത്ത് കൂട്ടിവെച്ച് അവസാനം നാശത്തിലേക്ക് പോകുന്നൊരു വലിയ സംഘത്തെയാണ് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ഈ ദൂത് വിളിച്ചു പറയുന്നത്. അത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലൂടെ ഒന്ന് ലിങ്ക് ചെയ്യപ്പോൾ പാസ്റ്റർ എങ്ങനെയാ അത് ലിങ്ക് ചെയ്യാൻ പോകുന്നത്? അത് പാപമാണ്. ആ പാപം വിട്ടോടാനാണ് പൗലോസ് പറയുന്നത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ടോടണം. മുറുകെ പറ്റുന്ന പാപങ്ങൾ വളരെ വലുതാണ്, അത് ഒത്തിരി ഉണ്ട്, അത് കണ്ടെയ്നർ കണക്കിനുണ്ട്. നമ്മൾ എത്ര നന്നായിട്ട് ജീവിച്ചാലും 2 ദിവസം ദൈവസന്നിധിയിൽ നിന്ന് ഉപവസിച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കി, കർത്താവേ എൻ്റെ കുറവുകളെ ഒന്ന് വെളിപ്പെടുത്തി തരണമെന്ന് നിന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. നല്ല മണിമണി പോലെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. അല്ല, ഉറപ്പം പ്രാർത്ഥനയ്ക്കൊന്നും കിട്ടത്തില്ല. കർത്താവിൻ്റെ കുറവുകളെ വെളിപ്പെടുത്തി തരണം, എൻ്റെ ബലഹീനത വെളിപ്പെടുത്തി തരണം, എൻ്റെ പരാജയങ്ങൾ വെളിപ്പെടുത്തി തരണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കും. ഒരുപക്ഷെ ഒരു പാസ്റ്ററിന്റെ വചനത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന വചനത്തിലൂടെ ആയിരിക്കാം. കൃത്യമായിട്ട് നമുക്ക് ആ വചനത്തിന്റെ വെളിപ്പാട്, ആ വചനത്തിന്റെ വെളിപ്പാട് കിട്ടിക്കഴിയുമ്പോൾ ഇന്നിന്റെ പാപങ്ങൾ എന്നിലുണ്ട്, കർത്താവേ എന്നോട് കരുണ കാണിക്കണം, എന്നോട് എനിക്ക് ക്ഷമ തന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ദൈവസന്നിധിയില് നിറകണ്ണുകളോടെ ഹൃദയം നുറുക്കത്തോടുകൂടി എൻ്റെ പാപം എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ദാവീദ് പ്രാർത്ഥിച്ചു. എന്താ ദാവീദ് പ്രാർത്ഥിച്ചത്? എൻ്റെ ലംഘനങ്ങൾ എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു, കർത്താവിൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തോന്നുന്നു അവൻ തന്നെ സാക്ഷ്യം പറയുന്നു സങ്കീർത്തനത്തിൽ. അങ്ങനെയെങ്കിൽ പുതിയ നിയമഭക്തന്മാർ എത്രയധികം പ്രാർത്ഥിക്കണം. അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവന് പാപമോചനം കിട്ടിയില്ലെന്ന് ഓർത്തോണം. നമ്മുടെ പ്രാർത്ഥന അങ്ങനെയല്ല. പാപത്തിന് മോചനം കിട്ടി, പാപത്തിന് റിലീസ് കിട്ടി, പാപത്തിന് വിടുവിച്ചു നമ്മളെ. ഇനി നമ്മൾ പാപം ചെയ്യരുത് തന്നെയാണ് ഉപദേശം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപം ചെയ്താൽ എന്ത് പറ്റും? നേരെ എബ്രായ ലേഖനത്തിലേക്ക് പൊക്കോണം, 10-ാം അധ്യായത്തിലേക്ക്. മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി. അഞ്ചലില് 2 ഡോക്ടർമാര്, അമ്മ ഡോക്ടർ, മോള് ഡോക്ടർ. യൂട്യൂബിൽ മെസ്സേജ് കണ്ടിട്ട് എന്നെ ഒരു ദിവസം വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു ക്ലാസ്സായിരുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ്. അത് വീഡിയോ പിടിച്ചെടുക്കാൻ പോലും പറ്റിയില്ല, വീഡിയോ കേടായിപ്പോയി. അത്ര നല്ലൊരു മെസ്സേജായിരുന്നു. കൊലോസ്യ ലേഖനത്തിൻ്റെ ക്ലാസ്സായിരുന്നു. അവിടെ ഒരു സഹോദരൻ ഉച്ചയ്ക്ക് ഇൻട്രോൾ ടൈമിൽ എന്നെ വന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ ഒരു സംശയം ചോദിക്കാനുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ മുന്നേ ഞാൻ ഈ സംശയ നിവാരണം വരുത്താൻ ഞാൻ വല്ലോ ചോദിക്കുന്നത്. ഈ രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ പാപം ചെയ്താൽ സ്വർഗത്ത് പോകാൻ തടസ്സം വല്ലതും ഉണ്ടോ? എന്തോ മറുപടി പറയേണ്ട മാമി എന്ന് പറഞ്ഞ് എന്തോ ഞാൻ പറയുന്നു. പെട്ടെന്നൊരു വാക്യം, ഈ വാക്യം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ, സത്യത്തിന് പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം ശേഷിക്കുന്നില്ല. മോശയുടെ പ്രമാണം അനുസരിക്കാത്തവന് ശിക്ഷയുണ്ട്. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും വിശുദ്ധീകരിച്ച നിയമരക്തയെ മല്ലുവം തണ്ടുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവൻ എത്ര കഠിനമേ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരം. ഞാൻ ഇത് വാക്യം പറഞ്ഞപ്പോൾ പുള്ളിയെ കാണാനില്ല, പുള്ളി പോയി. പക്ഷേ ഞാൻ പിന്നെ സംസാരിക്കാൻ കേട്ടോ. ഞാൻ ആയിക്കോട്ടെ, എനിക്കിതൊന്നും പറയാനായിട്ടുള്ള അറിവോ കഴിവോ പ്രാപ്തിയൊന്നും എനിക്കുള്ള ആളല്ല. ഞാനൊരു വേദ പണ്ഡിതനല്ല. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തരുന്ന വചനം പറഞ്ഞിട്ട് മാറിയിരുന്ന് പ്രാർത്ഥിക്കും. ഇതും കുറിച്ച് തർക്കിക്കാനും വാദിക്കാനും ഞാൻ ആളല്ല. എനിക്ക് തർക്കിക്കാൻ വാദിക്കാനുള്ള കഴിവില്ല. എനിക്ക് ദൈവവചനം പറയാനുള്ളൊരു കൃപ കർത്താവ് തന്നിട്ടുണ്ടെന്നൊരു വിശ്വാസത്തോടെ ഞാൻ ശുശ്രൂഷിക്കുക. ആ സഹോദരൻ പിന്നെ വിളിച്ചിട്ടില്ല. കാരണം പാപം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പാപത്തിന് പരിഹാരം വരുത്തിയെന്നും ന്യായപ്രമാണത്തിൽ പാപത്തിന് ടെമ്പററി ലോ കൊടുത്തു. അതാണ് 32 സങ്കീർത്തനം 32-ന്റെ 1-2. ക്ഷമിച്ചു, പാപം മറച്ചു വെച്ചു. ഈ മറച്ചു വെച്ചത് എപ്പോ വരെയാ? സ്ത്രീയുടെ സന്തതി വന്ന് പാപപരിഹാരം വരുത്തുന്നത് വരെ ന്യായപ്രമാണ യുഗമാകുന്ന ഡിസ്പെൻസേഷൻ യുഗത്തിൽ അത് മറച്ചു വെച്ചു. കൃപായുഗത്തിൽ വന്നപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിന് വഴികാട്ടിയായിട്ട് വന്നു. ആ വഴികാട്ടിയായിട്ട് വന്നവനെ ലോകം കൊന്നു. അറിയാമല്ലോ, ചരിത്രമൊക്കെ ഞാൻ പറയണ്ടല്ലോ. യേശു കർത്താവിനെ ലോകത്തിലേക്ക് അയക്കാൻ വഴികാട്ടിയായിട്ട് വന്നവനെ പിടിച്ചു കൊന്നു. അത് കഴിഞ്ഞ് യേശു വഴികാട്ടിയായിട്ട് വന്ന് യേശുവിനെയും കൊന്നു. ഇതൊക്കെ കുറിപ്പെട്ട വിഷയങ്ങളാണ് ഈ പറയുന്നത്. യേശു കർത്താവിന്റെ സാക്ഷികളായി വന്ന 12 എണ്ണത്തിൽ 11 എണ്ണത്തിനെയും കൊന്നു. നമ്മളെന്തിനാ ജീവിക്കണേ? ഞാനെന്തിനാ ജീവിക്കണേ? നമ്മളെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, ആ കൊല്ലുന്നവരെയും മതിലും വിളിച്ച് പറഞ്ഞു മരിക്കുക. പിന്നെ ദുരുപദേശം പഠിപ്പിക്കരുത്, തെറ്റായ നിലയിൽ പറയരുത്. വചനം ക്ലിയറായിട്ട് തന്നെ പറഞ്ഞു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് കറക്ഷൻ ചെയ്യാം, തിരുത്താം. എന്നെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് വചനത്തിലൂടെ ആയിരിക്കണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോട് ഓടുക. ജീവിതം ഓട്ടമാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപത്തെ വിട്ടോടണം. പിന്നെ അടുത്ത ആ പ്രയോഗമാണ് ഭയങ്കരം. ഏതാ? മുറുകെ പറ്റുന്ന പാപം. കൊലോസ്യ ലേഖനത്തിലേക്ക് പോകാം. മുറുകെ പറ്റുന്ന പാപം എന്താന്ന് നോക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. കർത്താവ് തരുന്ന നല്ല വചന വെളിപ്പാടുകൾക്കായി സ്തോത്രം. മുറുകെ പറ്റുന്ന പാപം എന്താണെന്ന് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം 3-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ദയവായിട്ട്. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇത് മരിപ്പിച്ചു. മുറുകെ പറ്റുന്ന പാപം. ഈ മരിപ്പിക്കാന്ന് പറഞ്ഞാൽ എന്തോ അമ്മ അതിന്റെ ആ ഒരു വ്യാഖ്യാനം കൊടുക്കേണ്ടത്? മമ്മിക്ക് കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന ഇല്ലായ്മ ചെയ്ത് ആ സ്വഭാവം നശിപ്പിച്ചില്ല. അതിനുവേണ്ട ദൈവത്തിന് ഉപസിച്ച് പ്രാർത്ഥിക്കാൻ കംപ്ലീറ്റ് കത്തിച്ചിട്ടില്ല. യാഗാഗ്നിയിൽ കംപ്ലീറ്റ് അത് യാഗാഗ്നിയിൽ കൊണ്ടിട്ട് ദഹിപ്പിച്ചല്ല ആ സ്വഭാവത്തെ. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുക, ദൈവത്തിന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുവാൻ ഈ സ്വഭാവങ്ങൾ വിശ്വാസിയിലുണ്ട്.
എന്തുകൊണ്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടുണ്ടെന്ന ആത്മാവിന്റെ വീണ്ടെടുപ്പ് സംഭവിച്ചിട്ടുള്ളൂ, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. ശരീരം ഈ പാപലോകത്തിൽ, സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ. അപ്പൊ ദുഷ്ടന്റെ അധീനയിൽ കിടക്കുന്ന ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പാപ ശരീരത്തിൽ നമ്മൾ ജീവിക്കുന്നു. ഈ ശരീരം ആദാമ ശരീരമാണ്. അയ്യോ, നിങ്ങൾ വിചാരിച്ചു ഇത് അത് സൂപ്പർമാൻ ആണെന്ന്? നോ, ഇത് ആദാമ ശരീരമായിരുന്നു. ഇതിൽ നമ്മൾ യേശു കർത്താവിന്റെ പരമയാഗത്തിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ നീതീകരണവും ആത്മരക്ഷയും വീണ്ടെടുപ്പും ഒക്കെ ദൈവ കർത്താവ് നമുക്ക് സാധിച്ചു തന്നു. ഇനി ശരീരം പാപത്തിൽ വീട് നശിച്ചു പോകാതെ മുറുകെ പറ്റുന്ന പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ദൈവം നമ്മളെ തള്ളിക്കളയാതെ നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗരാജ്യത്തിൽ എന്നെത്താൻ പറ്റത്തുള്ളൂ. ദാവീദ് പാപം ചെയ്തു. ദാവീദ് പറഞ്ഞു, ഞാൻ നിന്നോട് തന്നെ പാപം. പണ്ടൊരു പാസ് പറഞ്ഞു, ഞാൻ ഇപ്പോഴും ഓർക്കും, എൻ്റെ കൂടെ നടക്കുന്ന ഒരു പാസ്സാണ് പറയുന്നത്. അവൻ കുത്തിയിരുന്ന ഒരു സങ്കീർത്തനം അങ്ങോട്ട് എഴുതി. ഏതാ സങ്കീർത്തനം? അത് മുഴുവൻ 51-ാം സങ്കീർത്തനം. നമ്മളിപ്പോൾ അതും വായിച്ചുകൊണ്ടിരിക്കുക. അവ യഥാസ്ഥാനപ്പെട്ട സങ്കീർത്തനം വായിച്ചുകൊണ്ട് നമ്മളിരിക്കും. അവ യഥാസ്ഥാനപ്പെടാൻ വേണ്ടി വായിച്ചത്. നിന്നോട് തന്നെ ഞാൻ പാപം. നമ്മളത് വായിക്കുമ്പോൾ അതിൻ്റെ ലോജിക്കലായിട്ടുള്ള കാര്യം ഞാൻ പറയാം, അത് തെറ്റായിട്ട് വരും. കാരണം പാവമോചനം കിട്ടിയില്ല. നമുക്ക് പുതിയ വിശ്വാസിക്ക് പാവമോചനം കിട്ടിയില്ലേ? അപ്പൊ പിന്നെ നമ്മളത് അത് വായിച്ച് അങ്ങനെ പറയുമ്പോൾ അത് വചനത്തിന് വിരുദ്ധമായിട്ട് വരും. നമുക്ക് പാവമോചനം കിട്ടി. സ്തോത്രം, 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 സ്തോത്രം. ഇത് നിങ്ങൾ നല്ല ശുദ്ധ മനസ്സാക്ഷിയോടെ, ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളകുന്ന ദൈവസ്നേഹത്തിൽ ഇത് ഈ വചനങ്ങൾ ഏറ്റെടുക്കുക. അപ്പൊ നമുക്ക് പാപമോചനം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബലഹീനതകൾ മാത്രമേ വരാൻ പാടുള്ളൂ. ബലഹീനത, നമ്മുടെ നോട്ടം, ചിന്ത, പ്രവൃത്തി, സംസാരത്തിലൊക്കെ ബലഹീനത വരാം. അതാത് സമയങ്ങളിൽ രാത്രി കിടക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം? സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് കിടക്കണം. അല്ലെങ്കിൽ കർത്താവ് വന്നാൽ നമ്മളിവിടെ കിടക്കും. പാസ്റ്റർ സാം ഇവിടെ കിടക്കും, നിങ്ങളൊക്കെ പോവും. കാരണം ഞാൻ ഏറ്റു പറഞ്ഞില്ല, എന്നെ ചേർത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണ്. ഇതൊക്കെയാ വചനത്തിന്റെ വെളിപ്പാട്. ഇതാണ് എൻ്റെ പൊന്നു സഹോദരന്മാരെ, പാസ്റ്റർമാരെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല ഇത്. ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ആഴമാണത്, ഡീപ്പാണ്. ദൈവം തന്നിരിക്കുന്ന അത് ഭയങ്കര ഗൗരവമായ വിഷയങ്ങളാണ്. നമ്മൾ ആ നിലയിൽ അത് പഠിച്ചെടുത്ത് അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ സ്വർഗരാജ്യത്തെ ബാക്കി ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. എങ്ങനെ പിടിച്ചടക്കും? ഈ വചനങ്ങൾ കേട്ടനുസരിച്ച് ജീവിച്ച് അത് പിടിച്ചടക്കുക ചെയ്യുന്നത്. കൊണ്ടുതരല്ലേ? നിങ്ങൾ എന്നോട് പിണങ്ങി ഒന്നും ചെയ്യരുത്. നമ്മൾ അടക്ക് സമയത്ത് പറയുന്ന ചില കാര്യങ്ങളൊക്കെ എല്ലാവരും ഒക്കെ അടക്കുക. പ്രിയ കർത്താവിൻ്റെ ദാസൻ, ദാസി, പൈതൽ, അമ്മച്ചി, അമ്മമ്മ ഇവര് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെട്ടോ? എൻ്റെ ചോദ്യമാണ്. നമ്മളൊന്ന് പഠിക്കുക ഇത് കാര്യങ്ങൾ, പേടിക്കണ്ട, നമ്മൾ ധൈര്യമായിട്ടിരുന്നോ. ചേർക്കപ്പെട്ടോ? എൻ്റെ ചോദ്യം. ഈ ചേർക്കപ്പെടാൻ അനുസരിച്ച് ഈ നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന മുറുകപ്പറ്റ പാപങ്ങളൊക്കെ വിട്ട് വിശുദ്ധിയിൽ ജീവിച്ച് പ്രമാണത്തിൽ ജീവിച്ച് ആത്മീയവർദ്ധനം, ആത്മീയ നിറവൊക്കെ പ്രാപിച്ച് വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, പ്രത്യാശയോടെ ജീവിച്ചാണോ ആ ഒരു സഹോദരി, ആ സഹോദരൻ, ആ പ്രിയ പിതാവ്, ആ മാതാവ് ഇവർ മരിച്ചത്? അങ്ങനെയാണോ? അല്ല. എന്നാൽ ചിലരങ്ങനെയാണ്. ഞാനൊക്കെ പല മരണങ്ങളും കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ വളരെ വിശുദ്ധ മരിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച കിടക്കാനിടയായി കർത്താവേ കടന്ന് കരഞ്ഞ് നിലവിളിക്കും. എന്തിനാ നിലവിളിക്കുന്നത്? മോനെ, എൻ്റെ പാപങ്ങളൊക്കെ കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തി തരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ മാമി? മനസ്സിലായില്ലേ? ഈ രോഗക്കിടക്കയിൽ കിടക്കുന്ന ബാലശിക്ഷ കൊടുക്കുന്ന എന്തിനാ ദൈവം? ബാലശിക്ഷ എന്തിനാ? പാസ്റ്റർ സജി പറഞ്ഞു, എന്തിനാ ബാലശിക്ഷ? ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനാ ബാലശിക്ഷ. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധനായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ വിശുദ്ധി പ്രാപിക്കാൻ ബാലശിക്ഷ വരുമ്പോൾ നമ്മൾ ആ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഈ രോഗം വന്നൊക്കെ ചില പ്രശ്നങ്ങളിൽ കിടന്ന് അട്ടതിരിയോ കർത്താവെ എൻ്റെ കുറവുകൾ വെളിപ്പെടുത്തി തരണം, കർത്താവെ എൻ്റെ കുറവുകൾ വെളിപ്പെടുത്തി തരണം,
കർത്താവ് എൻ്റെ ബലഹീനത വെളിപ്പെടുത്തി തരണം കർത്താവേ എന്ന് പറയുമ്പോൾ വചനത്തിലൂടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും. ആ വിഷയം ക്രമീകരിച്ചു കഴിയുമ്പോൾ സംഗതി സന്തോഷത്തിലേക്കും പ്രത്യാശയിലേക്കും നമ്മൾ വരിക ചെയ്യുന്നു. അതാണ് ക്രിസ്ത്യ ജീവിതം. ഇവിടെ പൗലോസ് പറയുന്നത് സ്തോത്രം, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇത് മനുഷ്യന് വരാവുന്ന പാപത്തിന്റെ പട്ടികകളാണ്. ഇതിനെ ഉന്മൂലനാശം ചെയ്തു കളയണം. ഇതിനാണ് നമ്മൾ ഉപവസിക്കേണ്ടത്, ഇതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഇതിനാണ് ദൈവത്തിൽ കിടന്ന് കരയേണ്ടത്. ഓ ഹല്ലേലൂയ. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു കാറിന്റെ കളർ കിട്ടിയാൽ ആ കളർ കാർ വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുന്ന എത്ര പേര് എനിക്കറിയാം. ഉപവസിച്ച് അത് കിട്ടുന്നവരെ ഉപവസിക്കുന്ന എത്ര പേര് എനിക്കറിയാം. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട വിഷയം ഇതാ വിഷയം, ഇതാണ് വിഷയം. എന്നിലെന്തുണ്ട് കർത്താവേ? ദുർനടപ്പുണ്ട്. ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം നടക്കാത്ത ദുർനടപ്പായിട്ട് കർത്താവ് കാണും. എന്നിലെന്തുണ്ട്? അശുദ്ധിയുണ്ട്. എന്നിലെന്തുണ്ട്? അതിരാഗമുണ്ട്, ദുർമോഹമുണ്ട്. മോഹം നല്ലതാണ്, ദുർമോഹം നല്ലതല്ല. ഇപ്പൊ സാധാരണ ഒരു ഉദാഹരണം പറയാം. പണ്ടൊരു ഉപദേശി പറഞ്ഞു, എനിക്ക് വലിയ ഇഷ്ടമായി. ഉപദേശി പറഞ്ഞൊരു ഉദാഹരണം ഇതാണ്. ഒരു പാസ്റ്ററുടെ ഭാര്യ പാസ്റ്ററോട് പറയാ, അച്ഛാ ഞാൻ എന്ത് നോക്കിയിരിക്കുക, അപ്പുറത്തൊരു കാർ മേടിച്ചു, 25 ലക്ഷം രൂപയുടെ കാറാണ് ആ നായർ മേടിച്ചത്. നമ്മൾ ദൈവമക്കളാ പറഞ്ഞിങ്ങനെ നടക്കും ഈ പൂട്ട കാറും കൊണ്ട്. സ്വത്രം. അതെന്താ? ഈ ദുർമോഹത്തിൽ വരും. ഒരു 800 കൊണ്ട് നടക്കുന്നത്. ഞാൻ നാനെ കൊണ്ട് നടക്കണേന്ന് എന്നൊരു ഓടയൻ പാസ്റ്റ് ചീത്ത വിളിച്ചിട്ട് ഞാൻ ചെവിക്കൽ പൊട്ടിച്ച് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ആരെങ്കിലും വാങ്ങുമോ ഇതൊക്കെ? ആരെങ്കിലും വാങ്ങുമോ നാനാ? എനിക്ക് അവസാനം സഹി കേട്ടിട്ട് ഞാൻ പറഞ്ഞു, യെസ് ഞാൻ വാങ്ങും. എന്താ കാര്യം? എൻ്റെ കയ്യിലുള്ള ഭൗതികം വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന കാറ് വാങ്ങി ഞാൻ പോയി. എന്നാ ഇച്ചിരി കട്ടിയായിട്ട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇനി പണി നടക്കത്തില്ലെന്ന്. എൻ്റെ കയ്യിലുള്ള കാശ് വെച്ച് ലോൺ എടുക്കാതെ, ആരോടും കടം വാങ്ങാതെ, ആരെയും ബാധ്യതപ്പെടുത്താതെ, ബുദ്ധിമുട്ടിക്കാതെ, കയ്യിലുള്ള കാശ് വെച്ച് ഒതുങ്ങുന്ന ഒരു കാറ് 65,000 രൂപയ്ക്ക് ഒരു നാനാ കാറ് മേടിച്ച് ഞാൻ അതിനെ ഓടിച്ചു നടക്കുന്നു. എന്താ കുഴപ്പം? ഇവിടെ വെച്ചൊരു ഉഗ്രൻ ഇടി കടന്ന് ഓർക്കണ്ട. ഞാൻ വിചാരിച്ചു അതോടെ തീർന്നില്ല. ആ വണ്ടി ഇപ്പൊ പെയിന്റ് ചെയ്തെല്ലാം മനോഹരമായി കുട്ടപ്പനാക്കിയിട്ടിരിക്കുക. ആരും കണ്ടാൽ മോഹിക്കും. ആ ടൈപ്പിൽ ഇരിക്കുന്ന കാശൊക്കെ വെച്ച് ചൊറി ചെയ്ത് ഇട്ടിരിക്കുക. അത് മതി. ഇനി അത് വിറ്റാലോ ഞാന തന്നെ വാങ്ങും. കുറച്ചുകൂടി മോഡലുള്ളത്. പുതിയ കാറാണെങ്കിൽ 1.5 ലക്ഷം, 2 ലക്ഷം, 1.25 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപയ്ക്ക് പുതിയ കാർ ഇറങ്ങുന്നുണ്ട്. ഞാനും എന്താ അത് മേടിച്ചാൽ പോയാൽ എന്താ കുഴപ്പം? നമുക്കൊന്ന് പോയാ പോരെ സജിപാസേ? ആരെ കാണിക്കാനാ ഇത്? പണ്ടൊരു അച്ഛൻ ചോദിച്ച ചോദ്യം ഞാൻ ചോദിക്കാം. അത് നമുക്ക് വേണ്ടിയുള്ളതല്ല, മറ്റു ആരെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് അത് പ്രയോജനപ്പെട്ടോളെ. ഒരു ഭാര്യ ഭർത്താവ് ഉണ്ടായിരുന്നു. അവർക്കൊരു 7-8 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ഈ പെണ്ണിന്റെ അനിയത്തിയുടെ വിവാഹം നടക്കുന്ന സമയത്ത് ഈ വിവാഹം കഴിച്ച് 8 വയസ്സ് കൊച്ചുള്ള ഈ സഹോദരി അണിഞ്ഞൊരുങ്ങി വരുന്നത് കണ്ടിട്ട് മണവാട്ടി പോലും തോറ്റു. രണ്ട് മുടിയൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങനെ ഇട്ട് കണ്ടിട്ടില്ലേ, സ്പ്രിങ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇട്ട് അടിക്കും. അച്ഛൻ ഇത് കണ്ടു. അച്ഛൻ ഇച്ചിരി ആത്മീയ കാഴ്ചപ്പാടാണ്. അച്ഛൻ ചോദിച്ചു, എൻ്റെ പൊന്നു മോളേന്ന് വിളിച്ചു, നീ ഇത് ആരെ കാണിക്കാനായി കൊണ്ടു നടക്കുന്നത്? അച്ഛൻ കർത്താവിൻ്റെ പറയുന്ന കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന ആളാ, ആത്മീയ വിളിച്ചുള്ള ആളാ. എൻ്റെ കുഞ്ഞെ, നിനക്ക് കർത്താവിൻ്റെ ഒരു പോണോ? നിന്നെ കണ്ടിട്ട് മണവാട്ടിയേക്കാളും ഉണ്ടല്ലോ. എനിക്കത് ഇഷ്ടമായി സത്യം പറഞ്ഞാൽ. ആ സഹോദരിക്ക് തിരുത്താനും മറ്റനേകർക്കത് തിരുത്താനിടയായി. നമ്മള് ദൈവസഭ മണവാളരാകുന്ന ക്രിസ്തുവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മണവാട്ടിയാണ്. നമ്മൾ അണിഞ്ഞൊരുങ്ങേണ്ടത്, വചനപ്രകാരം പഠിക്കുമ്പോൾ നമ്മൾ അണിഞ്ഞൊരുങ്ങേണ്ടത് എങ്ങനെയാണ്? ആത്മഫലങ്ങളാലും, പറഞ്ഞോട്ടെ, ആത്മവരങ്ങളാലും കൃപാവരങ്ങളൊക്കെ പ്രാപിച്ച ആത്മഫലത്തോടെ മണവാട്ടി ഒരുങ്ങി നിൽക്കണം. അതാ വചനം പറയുന്നത്. കൃപാവരങ്ങളാല് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികൾക്ക് ആശ്വാസം ഉണ്ടാകണം. നിങ്ങൾ കുടുംബമായിട്ടോട് താമസിക്കുമ്പോൾ ഒരു രോഗി വന്ന് വന്നു കഴിഞ്ഞ് സജി പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മനഃപൂർവ്വം രണ്ടുപേരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ആ സഹോദരന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ വലിയ ആശ്വാസം ഉണ്ടായി. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്.
അതാ ആഗ്രഹിക്കുന്നത്. രോഗങ്ങൾ വിട്ടുമാറും, ഭൂതങ്ങൾ വിട്ടുപോകും. ഹല്ലേലൂയ. മൂത്രമൊഴിച്ച് പിശാച് കയറി മുമ്പിൽ കൊണ്ടൊരു കുട്ടിയെ കൊണ്ടിട്ട്, ഞാൻ പല പ്രാവശ്യം പറഞ്ഞത്, പറയുന്നത് തെറ്റാണ്, ദൈവം ക്ഷമിക്കട്ടെ. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി എത്തിക്സിന്റെ കൂടെ പോയി, നിരീശ്വരവാദികളായ പിള്ളേരുടെ കൂടെ പോയി പിശാച് കയറി കൊണ്ടുവന്നിട്ടു. ഹല്ലേലൂയ. എന്ത് ചെയ്യും? പാസ് കിടന്ന് വിളിയോട് വിളി. ഞാനെങ്ങനെയാ പോയി? എനിക്കെന്നാ നിയോഗം കിട്ടണ്ടേ? ചുമ്മാ പോകാൻ പറ്റുമോ നമുക്ക്? പ്രാർത്ഥിച്ചു, ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് ഒരു നിയോഗം കിട്ടിയ ഭാഷ, ഞാൻ ഇന്ന ദിവസം അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, പോവാം. ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് അവിടെ ചെന്നു, വചനം എടുത്തു. എന്താ വചനം എന്ന് അറിയണോ? സജി പാസ്റ്റർ കേൾക്കണോ വചനം? ന്യായാധിപന്മാരുടെ പുസ്തകം പാസ്റ്റർ എടുത്ത് വായിച്ചു കൊടുത്തു. 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. അനേക ദൈവമക്കൾ ഇത് കേൾക്കുന്നുണ്ട്. ഇത് കേട്ട് ഗ്രഹിക്കാൻ വേണ്ടിയാ ഞാൻ ഈ പറയുന്നല്ല, വേറെ ഒന്നിനുമല്ല. ന്യായാധിപന്മാരുടെ പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. 6-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാന്യര് ദൈവത്തിന്റെ നിക്ഷേപമായ ഇസ്രായേൽ മക്കളുടെ മധ്യേ ആധിപത്യം സ്ഥാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാനി നിമിത്തം, ശത്രു നിമിത്തം പർവ്വതങ്ങളിലും വീട്ടിൽ കിടക്കാൻ പറ്റാണ്ട് വല്ലയിടത്തും ഒക്കെ പോയി കിടക്കാനിടയായി, ശത്രുവിനെ പേടിച്ച്. അടുത്ത ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമലേക്കരും കിഴക്ക് ദേശക്കാരും നമ്മുടെ നേരെ വരും. അവർക്ക് വിരോധമായി പാളയമിറങ്ങി സാവരെ നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. അസംഖ്യമായിരുന്നു. മതി അത് മതി. ബാക്കി വായിച്ചു പഠിച്ചോണം. ബാക്കി ദൈവത്തിന്റെ നിക്ഷേപമായി ഇസ്രായേൽ ഏറ്റവും ക്ഷയിക്കാനുള്ള കാരണം, സ്വന്തം കുടുംബം വിട്ടിട്ട് ഗുഹകളിൽ അവിടെ ഇവിടെ പോയി പാർക്കാനുള്ള കാരണം, 1-ാം വാക്യം പാസ് വായിച്ചു. എന്താ? ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. അവർ പാപം ചെയ്തു. മോശയുടെ പ്രമാണം അവർ തെറ്റിച്ചു. ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസന്മാരെ, ന്യായപ്രമാണ കാലത്ത് പാപം ചെയ്താലും ക്രിസ്തുവിന്റെ ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതരായി ജീവിക്കേണ്ട നാം പാപം ചെയ്താലും പാപം തന്നെയാണ്. അതിന് ദൈവത്തിന് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇസ്രായേൽ മക്കൾ പാപം ചെയ്യുമ്പോൾ മിദ്യാന്യർ ശത്രുക്കളാണ്. ഇസ്രായേലിനെ കൊന്നൊടുക്കാൻ നടക്കുന്നവരാണ് മിദ്യാന്യർ. ഹെരിസ്യർ, പെരിസ്യർ, യവോബ്യർ, മോവാബ്യർ, അങ്ങനെ കുറെ 8-9 ജാതികളുണ്ട്. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞത്, നിങ്ങൾ ആ ദേശത്ത് പോയി പാർക്കുമ്പോൾ അവരെ കൊന്നുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ന്യായപ്രമാണം അതാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അവരെ കൊന്നു കളഞ്ഞിട്ട് ആ ദേശത്ത് പാർക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? ആ ജാതികളുടെ പാപം നിങ്ങളിലേക്ക് വരും. വന്ന് ജാതികളുടെ പാപം ഇസ്രായേൽ മക്കൾ ചെയ്ത് എത്തറ്റം വരെ പോയെന്ന് കേൾക്കണോ നിങ്ങൾക്ക്? ഇസ്രായേൽ മക്കളിൽ അവരുടെ കുടുംബത്തിൽ പിറന്ന കുട്ടികളെ അഗ്നിപ്രവേശനം ചെയ്യിച്ചു ഇസ്രായേൽ മക്കൾ. അഗ്നിപ്രവേശനം എന്ന് പറഞ്ഞാൽ എന്താ? തീയിലിട്ട് കൊന്നുകളഞ്ഞു. അതൊരാചാരം. പാലമൊക്കെ പണിയുമ്പോൾ ഒരു കൊച്ചിനെ, ഒരു ആടിനെ, മനുഷ്യനെയൊക്കെ അതിന്റെ നിർത്തി പണിയുന്ന സ്ഥിതികളില്ലേ? ഞാൻ കഴിക്കുക. പഴയ നിയമത്തിൽ അങ്ങനെ പണ്ടുള്ള കാലങ്ങളിൽ ഇപ്പോഴും ഉണ്ടതൊക്കെ പണ്ട് പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. എന്തിന്? നമ്മുടെ ആശഭാരതത്തിലുണ്ടല്ലോ. ഒരു കുഞ്ഞ് പറഞ്ഞ ഈ കുഞ്ഞ് ശകനപ്പശ അതിനെ കൊല്ലുന്നില്ലേ? എത്രയോ കഥകളുണ്ട് നമുക്ക് പറയാൻ. ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാം, നമ്മളെ 1-ാം വാക്യത്തിൽ നമ്മൾ 2-ാമത്തിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. സാരമില്ല, കർത്താവ് നമുക്ക് സമയം തരുന്ന പോലെ നമുക്കത് പഠിക്കാം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്നാണ് ദൈവവചനം